കേരളം മുഴുവൻ അറിയട്ടെ ഈ കഥ. ആ പിതാവ് ഞാനാണ് എന്ന കെവിൻ പീറ്ററുടെ വാക്കുകൾ ഈ നാട്ടിലെ ക്രൈസ്തവരുടെ മുഴുവൻ നെഞ്ചു പൊള്ളിക്കും, ഹൃദയങ്ങളെ തരിപ്പിക്കും. തങ്ങളുടെ പെൺമക്കളെ നശിപ്പിക്കുന്ന ദുഷ്ടതയെക്കുറിച്ചുള്ള ക്രൈസ്തവരുടെ ജാഗ്രതയും കരുതലും നാട്ടിലെ രാഷ്ട്രീയ നാടകങ്ങളുടെ ബഹളത്തിൽ തണുത്തു പോകേണ്ടതല്ല. അതിന് കെവിൻ പീറ്ററുടെ വെളിപ്പെടുത്തൽ ഊർജമായി മാറണം. എന്തുകൊണ്ടാണ് ക്രിസംഗി എന്ന ദുരാക്ഷേപം കേട്ടിട്ടും വർഗീയവാദി എന്ന പരിഹാസം അവഗണിച്ചും കെവിൻ പീറ്റർ ഇത്ര ഊറ്റത്തോടെ ഇസ്ലാമിസ്റ്റ് മതവാദികൾക്കെതിരെ പൊരുതുന്നത്? എന്തുകൊണ്ടാണ് കാസ എന്ന ക്രൈസ്തവ സംഘടനയുടെ അമരക്കാരനായ ഈ മനുഷ്യൻ ലവ് ജിഹാദികൾക്കും നാർക്കോ ജിഹാദികൾക്കുമെതിരെ ഒത്തുതീർപ്പില്ലാത്ത യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടെന്ന് ഓരോ ക്രൈസ്തവ കുടുംബവും മനസ്സിലാക്കണം. അദ്ദേഹം തന്നെ തുറന്നു പറയുന്നത് വരെ മറ്റാർക്കും പറയാൻ പറ്റുമായിരുന്നില്ലാത്ത ആ കാരണം ക്രൈസ്തവർ അറിയണം. പെൺകുട്ടികളെ വഞ്ചനയിൽ കൊടുക്കാൻ പ്രണയച്ചൂണ്ട എറിയുന്നവരെയും അതിന് ഇസ്ലാമിസ്റ്റ് മതവാദികൾ നൽകുന്ന പിന്തുണയും മറ്റാരേക്കാളും അധികമായി അദ്ദേഹം മനസ്സിലാക്കി. അവ ക്രൈസ്തവ കുടുംബങ്ങളെ തകർക്കുന്നത് മറ്റു പലരെക്കാളും മുമ്പേ അദ്ദേഹം അനുഭവിച്ചറിഞ്ഞു. വോട്ട് ബാങ്കിൽ മാത്രം കണ്ണുള്ള രാഷ്ട്രീയ നേതാക്കൾ ലവ് ജിഹാദികളുടെ ഒപ്പമേ നിൽക്കൂ. നിസ്സഹായരായ മാതാപിതാക്കളെ അവർ ഗൗനിക്കുക പോലുമില്ല എന്നുള്ള പച്ച പരമാർത്ഥം സ്വന്തം അനുഭവത്തിലൂടെ കെവിൻ പീറ്റർ മനസ്സിലാക്കി. ഈ ദുഷ്ടതയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ ആത്മാർത്ഥതയുള്ളവരാണ് ബഹുഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥരുമെന്ന് അദ്ദേഹം കണ്ടു. പക്ഷേ മതവാദികളുടെയും അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെയും മുമ്പിൽ അവർ നിസ്സഹായരാകുന്നത് കെവിൻ പീറ്റർക്ക് വേദനാപൂർണമായി ബോധ്യപ്പെട്ടു. ഈ പറഞ്ഞത് അത്രയും കെവിൻ പീറ്റർ തിരിച്ചറിഞ്ഞ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെയും ഒരിക്കലും മറന്നു കളയാത്ത വിധം ക്രൈസ്തവർ ഗ്രഹിക്കേണ്ട പാഠമാണ്. ആളെ കൊല്ലുന്നവരോട് പോലും ക്രൈസ്തവർക്ക് വ്യക്തിപരമായി ക്ഷമിക്കാം. പക്ഷേ ആത്മാക്കളെ നശിപ്പിക്കുന്ന ദുഷ്ടതയോടും ദുഷ്ടരോടും രഞ്ജിപ്പോ സഹിഷ്ണുതയോ ഒരു കാരണവശാലും പാടില്ല. കെവിൻ പീറ്റർ ഒരു യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചത് മറ്റാരുടെയും അനുഭവമല്ല, വായിച്ചറിഞ്ഞതോ കേട്ട് ഗ്രഹിച്ചതോ അല്ല. സ്വന്തം കുടുംബത്തിൽ സംഭവിച്ച നീക്കുപോക്കില്ലാത്ത ദുരന്തത്തിൻ്റെയും ദുഷ്ടതയുടെയും അനുഭവമാണ്. സ്വന്തം മകളെ മത തീവ്രവാദികൾ ഏറെയുള്ള സമുദായത്തിലെ വേലയും കൂലിയുമില്ലാത്ത ചെറുപ്പക്കാരൻ സ്നേഹം നടിച്ച് കെണിയിലാക്കി റാഞ്ചിക്കൊണ്ടുപോയ മറക്കാനാകാത്ത ക്ഷമിക്കാനാകാത്ത സംഭവം. വീട്ടിൽ മറ്റാരുമില്ലാത്ത നേരത്ത് സ്നേഹനാട്യത്തിന്റെ പേരിൽ അതിഥിയായി എത്തി പെൺകുട്ടിയെ കീഴ്പ്പെടുത്തി അതിൻ്റെ വീഡിയോ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി അവളെ നിശബ്ദയാക്കി വശീകരിച്ചു. തൻ്റെ ആത്മാവിനെ കൂടി ദുഷിപ്പിച്ചവനായിട്ടും ഒപ്പം പോകുമെന്ന് 18 വയസ്സ് തികഞ്ഞതിൻ്റെ ബലത്തിൽ കോടതിക്ക് മുമ്പിൽ പറയിച്ചത് ദുഷ്ട കൗശലം മാത്രമോ? അങ്ങനെയും കരുതിയാൽ ഭോഷത്വം. നിശ്ചയമായും അതിനു പിന്നിൽ പൈശാചിക ശക്തിയുടെ പിന്തുണ ഉണ്ടാകാതെ വയ്യ. ഇത്തരമൊരു ദുരന്താനുഭവത്തിൻ്റെ തീച്ചൂളയാണ് കെവിൻ പീറ്ററുടെ നെഞ്ചിൽ അന്നു മുതൽ എരിഞ്ഞത്. അതിൻ്റെ ജ്വാലയാണ് ഇസ്ലാമിസ്റ്റ് മതവാദികളുടെ പിന്തുണയുള്ള പ്രണയ ദുഷ്ടത യാഥാർത്ഥ്യമെന്നും അതെത്ര ഭീകരമെന്നും അദ്ദേഹത്തിന് ബോധ്യമാക്കി കൊടുത്തത്. ആത്മാർത്ഥതയോടെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കോ സഹാനുഭൂതിയുള്ള കോടതിക്കോ രക്ഷിക്കാൻ കഴിയാത്ത വിധം പെൺകുട്ടിയെ വശീകൃതയാക്കിയ ദുഷ്ടത അദ്ദേഹത്തിലെ ഹതഭാഗ്യനായ പിതാവ് കണ്ടറിഞ്ഞു നിസ്സഹായതയോടെ. ആ ജ്വാലയിൽ സ്വയം എരിഞ്ഞു നിൽക്കുമ്പോഴാണ് പ്രണയക്കെണിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഭീഷണമെന്ന് പറയേണ്ടുന്ന മറ്റ് യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ ബോധ്യപ്പെട്ടത്. ഒന്ന്, ഇത്തരം ദുഷ്ടകൃത്യങ്ങൾക്ക് മുതിരുന്ന നീച യുവാക്കൾക്ക് സമുദായത്തിലെ നിരവധി പേരുടെ പിന്തുണയുണ്ടെന്ന്. രണ്ട്, ക്രൈസ്തവ പെൺകുട്ടികളെ ചതിയിൽ വീഴ്ത്തിക്കൊടുക്കാൻ ദുഷ്ടപ്രണയിയുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ചില പെൺകുട്ടികൾ ഇടനിലക്കാരായി വലയൊരുക്കുന്ന പെൺചിലന്തികളായി പ്രവർത്തിക്കുമെന്ന്. മകളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ സ്വസമുദായക്കാരുടെ പോലും സഹായമില്ലാതെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും എത്തിയപ്പോഴും അദ്ദേഹം കണ്ടു തൻ്റെ മകളെ ചൂണ്ടയിൽ കോർത്തവനെ സഹായിക്കാൻ അവൻ്റെ സമുദായക്കാരുടെ കൂട്ടം. ഉദ്യോഗസ്ഥരെ കോടതിയെപ്പോലും ഭയപ്പെടുത്താൻ പോന്ന വിധം സജ്ജരായി വന്നവരുടെ വാഹനനിരയും ഭാവവും. അവരെയും ചെറുക്കാൻ പോന്ന പിതൃഹൃദയം ഉണ്ടായാലും എല്ലാം തള്ളിപ്പറഞ്ഞ പുത്രി മനസ്സിന് മുമ്പിൽ ആ പിതൃഹൃദയം നിസ്സഹായമായി പോയ അവസരം. കത്തിക്കാളുന്ന നെഞ്ചകത്തോടെ കെവിൻ പീറ്ററിലെ പിതാവിന് ഉൾക്കൊള്ളേണ്ടി വന്നത്
ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു കപട വാക്കുകൊണ്ടും മായ്ക്കാൻ കഴിയാത്ത ഈ ബോധ്യങ്ങൾ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ പ്രതിപക്ഷ നേതാവിനോ ഭംഗി വാക്കുകൊണ്ട് മറച്ചു പിടിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യം. മകളുടെ ആത്മാർത്ഥ മിത്രമായി വീട്ടിൽ സ്ഥാനം നേടിയെടുത്ത ഒരു പെൺകുട്ടി തന്നെ അവളുടെ മതക്കാരനായ ചതിയന് വേണ്ടി കുടുംബത്തെ ഒറ്റിക്കൊടുക്കുക. ഇത്തരമൊരു വഞ്ചന ആ മാതാപിതാക്കൾക്ക് എത്രമാത്രം ഹൃദയഭേദകമാണെന്ന് ഊഹിക്കാൻ പോലും പ്രയാസം. ആ നിസ്സഹായത പിതൃഹൃദയത്തിൽ നിറച്ച രോക്ഷവും നിരാശയുമാണ് ഇന്ന് ഇത്തരം ചതിയന്മാർക്കും പെൺ ചിലന്തികൾക്കുമെതിരെ ഒത്തുതീർപ്പില്ലാതെ പൊരുതുന്ന വീറായി മാറിയത്. സ്വന്തം നിലയും വീടിനെയും കുറിച്ച് കള്ളം വിശ്വസിപ്പിച്ചും ഒരുപക്ഷെ ക്ഷുദ്രമാർഗങ്ങൾ അവലംബിച്ചു പോലും പെൺകുട്ടികളെ ക്രൂരമായി ചതിയിൽപ്പെടുത്താനും അതിന്റെ ചിത്രം കാട്ടി ഭീഷണിപ്പെടുത്തി ഒപ്പം നിർത്താനും ഈ ഗണത്തിൽപ്പെട്ട ദുഷ്ടന്മാർക്കല്ലാതെ ഇത്ര വൈഭവമില്ല. തങ്ങളുടെ മതസമുദായങ്ങളെ വിമർശിക്കുന്ന സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തുന്ന ക്രിമിനലുകളെയും വേറെ ഏത് ഗണത്തിലാണ് സമൂഹം കണ്ടിട്ടുള്ളത്? തൊടുപുഴയിൽ പ്രൊഫസർ ജോസഫിനെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഒറ്റിക്കൊടുത്തത് 2 വിദ്യാർത്ഥിനികളാണെന്ന ആക്ഷേപം ഗ്രഹിച്ചിട്ടുള്ളവർക്ക് മതത്തിലെ ചില പെൺകുട്ടികൾ എത്രമാത്രം വിഷവാഹികളാണെന്ന് ബോധ്യപ്പെടാൻ ഒരു തടസ്സവുമില്ല. മകളെ ഹൃദയഭേദകമായി നഷ്ടപ്പെട്ടിട്ടും ആ ദുഃഖത്തിൽ സ്വയം ഇല്ലാതെയാകാൻ വിട്ടുകൊടുക്കാതെ മറ്റനേകം പെൺകുട്ടികളെ രക്ഷിക്കാനായി പൊരുതുന്ന പിതാവിന് ക്രൈസ്തവ സമൂഹം വേണ്ടത്ര ചെവി കൊള്ളുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഇത് തൻ്റെ മാത്രം ദുഃഖമല്ലെന്ന ബോധ്യത്തിൽ കെവിൻ പീറ്ററും അതേ അനുഭവമുള്ള നിരവധി സഹപ്രവർത്തകരും ചേർന്ന് തകർത്തത് നൂറുകണക്കിന് ചതിയന്മാരുടെ ദുഷ്ടശ്രമങ്ങളാണ് എന്നത് ആശ്വാസകരമായ അറിവാണ്. രക്ഷിച്ചെടുത്ത പെൺകുട്ടികളിൽ 3/4 പങ്കും രക്ഷ ആഗ്രഹിച്ചിരുന്നവർ. ബാക്കിയുള്ളവരാകട്ടെ അതിനു പോലും കഴിയാത്ത വിധം ദുഷ്ട വശ്യതയ്ക്ക് ഇരകളായി. ഈ ചതിയന്മാർക്ക് സമുദായത്തിൽ എത്ര പേരുടെ പിന്തുണയുണ്ടെന്ന് അറിയാൻ വേറെ ഗവേഷണമൊന്നും വേണ്ട. പോലീസ് സ്റ്റേഷനുകളിലും കോടതിപ്പടിക്കലുമെന്നല്ല, കൂട്ടിമുട്ടിക്കലിന്റെ ഏതെടുത്തും വാഹനങ്ങളിൽ അവരെ അനുഗമിച്ച് സമൂഹത്തെയും ഉദ്യോഗസ്ഥരെയും ഭയപ്പെടുത്താൻ ഭാവിക്കുന്ന കൂട്ടത്തെ കണ്ടാൽ മതി. കെവിന്റെ വാക്കുകൾ ഈ യാഥാർത്ഥ്യം ക്രൈസ്തവരെ ഓർമ്മിപ്പിക്കുന്നു. മതമൈത്രിയും സമുദായ സൗഹാർദ്ദവും വേണ്ടത് തന്നെ. പക്ഷേ തങ്ങളുടെ പെൺമക്കളെ വേട്ടയാടാൻ നടക്കുന്ന ചതിയന്മാരെ പൊതിഞ്ഞു പിടിക്കുന്ന മത നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും വിശ്വസിക്കുന്ന വിഡ്ഢികളാകരുത് ക്രൈസ്തവർ മാത്രമല്ല, ദ്രോഹിക്കപ്പെടുന്ന ഇതര മതസമൂഹങ്ങളിലെ മാതാപിതാക്കൾ ആരും. നാട്ടിലെ രാഷ്ട്രീയ വിവാദങ്ങളുടെ ഉദയാസ്തമനങ്ങൾക്കൊപ്പം മറന്നു കളയേണ്ട കാര്യമല്ലിത്. ചില നേതാക്കൾ മാത്രം പറയുന്ന മതമൈത്രിയുടെ മധുരം നുണഞ്ഞ് എക്കാലവും സുഖമായി കഴിഞ്ഞുകൂടാമെന്നും ക്രൈസ്തവർ വ്യാമോഹിക്കരുത്. കെവിൻ പീറ്ററുടെ വെളിപ്പെടുത്തലെങ്കിലും എല്ലാവരുടെയും കണ്ണും കാതും തുറപ്പിക്കട്ടെ.